പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. മിശേൽ 8 അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ അഹങ്കാരത്തെയും പാപത്തെയും കർത്താവായ യേശു മിശിഹായിൽ നിന്നും അകറ്റി കർത്താവായ യേശു മിശിഹായുടെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നതെല്ലാം ഈ നോയമ്പിൽ മാറ്റിക്കൊണ്ട് ഈ നോയമ്പ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ ജീവിക്കുകയും ആ വചനം നമ്മുടെ രക്ഷയാണ്. ആ വചനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ദൈവത്തോടും സഭയോടും ചേർക്കാൻ വേണ്ടിയാണ് ഈ സഭ നോയമ്പ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു സത്യം, സഭ നോയമ്പ് നൽകുമ്പോൾ അതിൻ്റെ അർത്ഥം ഓരോ സഭയിലെ വിശ്വാസികൾ കർത്താവിനെ പൂർണ്ണമായി സ്വീകരിക്കണം, കർത്താവായ യേശു മിശിഹായുടെ ജീവിതത്തെ പൂർണ്ണമായി അനുകരിക്കണം. എന്നിട്ട് കർത്താവിനെ പോലെ ഈ ലോകത്തിലേക്ക് ഒരു രക്ഷയായി, ഒരു സമാധാനമായി, ഒരു സ്നേഹമായി, മറ്റ് വ്യക്തികളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരാൻ വേണ്ടിയാണ് സഭ നമുക്ക് നോയമ്പ് നൽകരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവാശ്രയത്തെ കുറിച്ചാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 14 മുതൽ 21 വരെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, ദൈവാശ്രയത്തിൻ്റെ കുറിച്ചുള്ള ഒരു ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാകണം, കർത്താവായ യേശു മിശിഹായും ശിഷ്യന്മാരും എപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്താലും അവരുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു അത്ഭുതം അവരുടെ മുമ്പിൽ പ്രവർത്തിച്ചു കാണിക്കും. അപ്പോൾ ഈ അത്ഭുതം കണ്ട് ശിഷ്യന്മാർ കൂടുതൽ കർത്താവായ യേശു മിശിഹായിലേക്ക് ചേരുകയും കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ചിലപ്പം കർത്താവായ യേശു മിശിഹായോട് ഒരുമിച്ച് ചേരുമ്പോൾ അവർ ശിഷ്യന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു കുറവെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പം മടിയായി, അല്ലെങ്കിൽ അവർ പണിയെടുക്കാത്തവരായി മാറി. കാരണം കൂടുതൽ ദൈവാശ്രയം, അന്നന്ന് വേണ്ടിയുള്ള ആഹാരം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ആ ആഹാരം അവർ സ്വീകരിച്ചുകൊണ്ട് അവർ കർത്താവിനെ തന്നെ ശിഷ്യന്മാരായിത്തീരുന്നു. ഈ ഭൂമിയിൽ പൂർണ്ണ കർത്താവ് വിശ്വാസമായി കർത്താവിൽ വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായി വേണം നമ്മൾ ജീവിക്കാൻ. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം, ശിഷ്യന്മാർ അപ്പം എടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ അപ്പം മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കർത്താവായ യേശു മിശിഹാ ഏതൊക്കെ സ്ഥലത്ത് അപ്പം വർദ്ധിച്ച് ശിഷ്യന്മാർക്ക് നൽകി, അപ്പം എല്ലാം അപ്പവും മത്സ്യവും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അവർ അപ്പം എടുത്തില്ല. പക്ഷെ കർത്താവായ യേശു മിശിഹാ ഇതിനു ശേഷം അവരോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിതാണെന്ന്, നിങ്ങൾ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ, ചെവി ഉണ്ടായിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നമ്മുടെ മുമ്പിൽ കർത്താവായ യേശു മിശിഹാ ജീവന്റെ വചനം തുറന്നു വെച്ചിട്ടുണ്ട്. ഈ വചനം കാണുകയും ഈ വചനം ഗ്രഹിക്കുകയും ചെയ്യണം. അതാണ് ഓരോ ക്രിസ്ത്യാനി വിശ്വാസിയുടെ ഏറ്റവും വലിയ ദൗത്യം. ഒരു വിശ്വാസിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ കർത്താവിനെ പോലെ ജീവിക്കണം. കാരണം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പുത്രനായ ഈശോ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിതാവ് നൽകിയ കൽപ്പനയാണ് ഭൂമിയിൽ കടന്നു വന്നത്. അപ്പോൾ പിതാവിൻ്റെ കൽപ്പന പുത്രൻ പാലിച്ചുകൊണ്ട് ആ കൽപ്പന നമുക്ക് പകർന്നു തന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ കൽപ്പനയിൽ ജീവിക്കാനുള്ള ശക്തി തരണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. അപ്പോൾ സഭയുടെ ഏറ്റവും വലിയ തീരുമാനം കർത്താവിനിൽ പൂർണ്ണ ശരണം വെച്ചുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, കർത്താവായ യേശു മിശിഹായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് മറ്റേതൊന്നുമല്ല. നിങ്ങൾക്ക് ഓർക്കുന്നില്ലേ, 5 അപ്പം കൊണ്ട് നിങ്ങൾ എത്ര പേരെ ഞാൻ തീറ്റിച്ചു? എത്ര കൊട്ടയാണ് നിങ്ങൾ ശേഖരിച്ചത്? 7 അപ്പം കൊണ്ട് എത്രയോ പേരെ ഞാൻ തീറ്റിച്ചു? എത്ര കൊട്ടയാണ് നിങ്ങൾ ശേഖരിച്ചത്? ഈ ഒരു ചോദ്യം വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മൾ നമ്മളെ തന്നെ കർത്താവായ യേശു മിശിഹായിലേക്ക് സമർപ്പിക്കുന്ന സമയത്ത് ആ നിമിഷം മുതൽ നമ്മൾ തിരിച്ചറിയും, കർത്താവായ യേശു മിശിഹായിൽ ശരണം വെച്ച വ്യക്തി ഒരിക്കലും അവൻ പാപത്തിൽ വീഴത്തില്ല. അവൻ്റെ ജീവിതത്തിൽ ഒന്നിനും കുറവുണ്ടാവത്തില്ല. സ്വർഗസ്ഥനായ പിതാവ് എല്ലാം പരിഗണിച്ച് എല്ലാം തന്നെ നൽകി കൊടുക്കും. പ്രിയമുള്ളവരെ, ഒരു നിമിഷം നമ്മൾ കർത്താവായ യേശു മിശിഹായുടെ വചനത്തിൽ നിന്നും കർത്താവായ യേശു മിശിഹായുടെ സ്നേഹത്തിൽ നിന്നും മാറിപ്പോയാലും ദൈവം നമ്മളെ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നു. നമുക്കറിയാം, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സാംസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട്. ആ വ്യക്തിൻ്റെ ജീവിതത്തിൽ ദലയ എന്നൊരു സ്ത്രീയോട് വിവാഹം ചെയ്തപ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവ് കുറെ അടയാളം നൽകി. അവൻ്റെ ജീവിത പങ്കാളി അവനെ തകർക്കാൻ വേണ്ടി ഒരുപാട് തിന്മകരമായ കാര്യങ്ങൾ ചെയ്തിട്ടും അവൻ വീണ്ടും കണ്ടിട്ടില്ല. അവനെല്ലാം മനസ്സിലായിട്ടും അവൻ ഒന്നിനും തന്നെ പ്രതികരിച്ചില്ല. കാരണം അവൻ ആ വ്യക്തിയെ
ദൈവത്തിനായാലും കൂടുതൽ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ തകർച്ച വന്നു. പക്ഷെ വീണ്ടും അവൻ പൂർണ്ണ മനസ്സോടെ അനുദപിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് വീണ്ടും ശക്തി നൽകി. ഈ നോയമ്പിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന്, നമ്മൾ തെറ്റ് ചെയ്തു പോകും. നമ്മൾ മനുഷ്യനാണ്, ബലഹീനതകളായ മനുഷ്യനായോണ്ട് നമ്മൾ തെറ്റിൽ തീർച്ചയായും വീണു പോകും. പക്ഷേ ഈ തെറ്റിൻ്റെ അപ്പുറത്ത് ദൈവം ഒരു വലിയ കരുണാ സാഗരമായി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ആ ദൈവത്തിലേക്ക് കടന്നു വന്നാൽ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമാകും. സാംസന്റെ ജീവിതം ധന്യമായ പോലെ നമുക്കും ഈ സമയത്ത് കർത്താവായ ഈശോമിശിഹായുടെ വചനം കണ്ടിട്ടും അതിൽ ജീവിക്കാനുള്ള ശ്രമം നടത്താം. കർത്താവിന്റെ വചനം കേട്ടിട്ടും അത് പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഈ ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും ഈ വചനം ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം ഒന്ന് മാത്രമേ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. നിങ്ങൾ ദൈവവിശ്വാസിയാണോ? ക്രിസ്തു വിശ്വാസിയാണോ? ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ശരണം വെക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കർത്താവായ ഈശോമിശിഹാ ഏറ്റെടുക്കും. നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആകുലതാകേണ്ട ആവശ്യമില്ല. എല്ലാം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകും. ഈ നോയമ്പിൽ ഒരു പക്ഷേ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ചില പാപത്തിന്റെ അടിമയാണ് ഞാൻ, പക്ഷെ ഈ പാപത്തിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ തുറവിലെ മനസ്സോടെ ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ നോയമ്പ് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ നോയമ്പായി തീരും. ഈ നോയമ്പ് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നോയമ്പായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുദിനം അനുഭവിച്ച എല്ലാ തകർച്ചകളും, എല്ലാ പതർച്ചകളും, എല്ലാ ദുഃഖവും സങ്കടവും ഭാരവും കർത്താവായ യേശുമിശിഹാ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സമാധാനം നൽകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം, സമാധാനം കടന്നു വരുമ്പോൾ ഈ നോയമ്പ് അനുഗ്രഹമായി തീരും. നമുക്ക് പ്രത്യേകിച്ച് നോയമ്പിൽ നമ്മളെ തന്നെ ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും ഈശ്വരാജൻ എടുത്തു കളഞ്ഞുകൊണ്ട് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ശരണം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.